എം പത്മകുമാറിൻ്റെ രചനയിൽ റോഷൻ മാത്യു നായകനായിട്ട് ഉയർ എന്ന് പറയുന്ന ഒരു സിനിമ റീസെൻ്റ് ടൈമിൽ തിയേറ്ററിൽ വന്നിരുന്നു. നമ്മളിൽ പലരും അങ്ങനെ സിനിമ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല, കാര്യമായിട്ടുള്ളൊരു റിവ്യൂവും എവിടെയും കണ്ടില്ല. സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, അതുമൂലം കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ നായകൻ, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കേസ്, ആ ട്രോമ തന്നെ വിട്ട് പോകുന്നില്ലെങ്കിലും അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തൻ്റെ കേസ് അന്വേഷണം തീർക്കാൻ കഴിയുന്ന ചില അന്വേഷണ സാഹചര്യങ്ങൾ. ഇതാണ് ഉയർ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള പടമാണ് ഉയർ. എക്സ്ട്രാ ഓർഡിനറി എന്നോ മസ്റ്റ് വാച്ച് ഞാൻ പറയില്ല, പക്ഷേ വൺ ടൈം നല്ലൊരു വാച്ചായിരിക്കും. അത്യാവശ്യം കുറച്ച് ഇമോഷണൽ കണക്ഷൻസ് സിനിമയിൽ വരുന്നുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനോട് ചേർന്ന് വരുന്ന ചില സംഭവങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇമോഷണലി കണക്റ്റ് ആയി. നമ്മൾ കാണാത്തൊന്നുമില്ല, കണ്ടിട്ടുള്ള സിനിമ മോഡൽ കഥകൾ തന്നെയാണെങ്കിലും മടുപ്പിക്കാത്ത കാഴ്ചകൾ തരാനായിട്ട് പത്മകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ലോ പേസ് ആണ്, നല്ല സ്ലോ പേസിൽ പോകുന്ന ഒരു ക്രൈം ത്രില്ലറാണ് ഉയർ. അപ്പോൾ ഇത്തരം സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ ഒന്ന് കണ്ടുനോക്കാവുന്നതാണ്. നായകനായ സബ് ഇൻസ്പെക്ടർ അജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ വന്ന റോഷൻ മാത്യു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ വന്ന ബൈജു സന്തോഷ്, വിനീൽ തട്ടത്തിൽ, അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമ വളരെ നാച്ചുറലായിട്ടാണ് പോകുന്നത്. കാരണം ഈ പടത്തിലൊരു ക്ലൈമാക്സ് പോർഷനിലൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ കരുതി ഇനി നായകൻ അവിടെയുള്ള എല്ലാ പ്രശ്നവും തീർക്കും എന്ന് കരുതുന്നിടത്തുനിന്ന് അങ്ങനെയല്ല, താനെന്ത് കാര്യത്തിനോട് ചെന്നാൽ അത് മാത്രമേ നടത്തിയെടുക്കാൻ അവിടെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു റിയാലിറ്റീനെ ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്നൊരു സംഭവത്തിനെ ബേസ് ചെയ്താണ് ഈ സിനിമ വന്നിട്ടുള്ളതെങ്കിലും കേരളത്തിലും ഇന്ത്യയിലെ ലോകമെങ്ങും നടക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വലിയ സംഭവം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഈ സിനിമയുടെ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്ലോ പേസ് ക്രൈം ത്രില്ലറുകൾ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന ചിത്രമാണ് ഉയർ.